ബിൻസി, എന്താ നിന്റെ ഭാവം? ചുവന്ന ചായം ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുന്നവരോട് ദേഷ്യത്തോടെ ലിസ ചോദിച്ചു. എനിക്ക് പല ഭാവങ്ങളുണ്ട്. അതിലേതാണ് നിങ്ങൾക്കറിയേണ്ടത്? ബിൻസി അതേ ദേഷ്യത്തോടെ തന്നെ മറുപടി നൽകി. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ തോന്നും പോലെ നടക്കാനൊന്നും പറ്റില്ല. നാട്ടുകാർ ഓരോന്ന് പറയുന്നത് കേട്ട് മനുഷ്യന്റെ തൊലി ഒരിയുകയാണ്. ലിസ ഉറഞ്ഞു തുള്ളുന്നത് ചിരിയോടെ അവൾ നോക്കിക്കൊണ്ടു നിന്നു. നാട്ടുകാർ എന്തു പറഞ്ഞു എന്നാണ്? കൂസലില്ലാതെയാണ് ബിൻസിയുടെ ചോദ്യം. എന്തു പറഞ്ഞു എന്നോ? ഓരോരുത്തന്മാരും നിന്നെ കാറിൽ കൊണ്ടുപോയി അവരുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നാക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട്. മകളുടെ സ്വഭാവമഹിമ ഈ നാട്ടിലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നിനക്ക് മറ്റൊരു പേരിട്ടാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത്. ലിസ പറഞ്ഞു കഴിഞ്ഞതും ബിൻസി പൊട്ടിച്ചിരിച്ചു. അയ്യോ, നിങ്ങളാണോ എന്നോടീ പറയുന്നത്? അതും പറഞ്ഞവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. അവളോട് എന്തു പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കിയ ലിസ ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി അവിടെ നിന്നും നടന്നുപോയി. ബിൻസിയുടെ കണ്ണുകളിൽ കണ്ണുനീർ ഉറഞ്ഞുകൂടി അതുവരെ പിടിച്ചുനിന്ന ധൈര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. ഒരു പാവമായിരുന്നില്ലേ താൻ? എങ്ങനെയാണ് ഈ വിധം ആയത്? ഇപ്പോൾ പോയ സ്ത്രീ പറഞ്ഞത് ശരിതന്നെയാണ്. താൻ ചീത്തയായിരിക്കുന്നു. ഇനിയൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത മാലിന്യ കൂമ്പാരത്തിലേക്ക് വീണിരിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്നാണ് പുറത്തുനിന്ന് കാറിന്റെ ഹോൺ കേട്ടത്. അതോടെ കണ്ണുകൾ തുടച്ച് ഒന്നുകൂടി മേക്കപ്പ് ചെക്ക് ചെയ്ത് അവൾ പുറത്തേക്കിറങ്ങി. ഇത്തവണ ഹോട്ടൽ പ്ലാസയിലേക്കാണ് കേട്ടോ. ഏതോ കോടീശ്വരനാണ്. നന്നായി ഒന്ന് സുഖിപ്പിച്ചാൽ അതിന്റെ ഗുണം കാണും. തന്റെ ഡ്രൈവറായി വരുന്ന രാജൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. പ്ലാസയിൽ വണ്ടി നിർത്തി ഒരു വഷളൻ ചിരിയോടെ രാജൻ പോയിട്ട് വായെന്ന് പറഞ്ഞു. താൻ പോകുന്നതുവരെ അയാൾ അവിടെ കിടക്കും. വെറും ടാക്സി ഓടിക്കുന്നതിനേക്കാൾ ഈ പണിക്ക് കൂടുതൽ പണം കിട്ടുമെന്ന് അയാൾക്കറിയാം. അവൾ വേഗം രാജൻ പറഞ്ഞുകൊടുത്ത റൂമിലേക്ക് നടന്നു. വാതിലിൽ മുട്ടി അവൾ പുറത്ത് കാത്തുനിന്നു. അല്പനേരം കഴിഞ്ഞ് വാതിൽ തുറന്ന ആളെ കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. ചന്ദ്രുവും തന്നെ കണ്ട് ഞെട്ടിയെന്ന് അവൾക്ക് മനസ്സിലായി. കോളേജിൽ പഠിക്കുമ്പോൾ തന്നോട് പ്രണയം പറഞ്ഞ് തന്റെ പുറകെ നടന്നിരുന്ന ആ ചെറുപ്പക്കാരൻ. ഒത്ത ഒരു പുരുഷനായി എങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ബിൻസി, നീ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ? തന്റെ കൺമുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ ചന്ദ്രു നിന്നു. പപ്പ പോയതോടെ എന്റെ കാര്യമെല്ലാം താറുമാറായി. ഇപ്പോ ഇതാണ് ജോലി. കൂടുതൽ സംസാരിക്കാതെ താൻ കൊടുത്ത കാശ് മുതലാക്കാൻ നോക്ക്. ഒട്ടും മയമില്ലാതെ പറയുന്ന അവളെ അത്ഭുതത്തോടെ ചന്ദ്രു നോക്കി. ക്ലാസ്സിൽ ഒന്നാമതായി പഠിച്ചിരുന്ന മിടുക്കിയായ ആ പെൺകുട്ടിക്ക് എന്താണ് പറ്റിയത്? അവൻ വീണ്ടും ചോദിച്ചു. പപ്പയുടെ ബിസിനസ് എല്ലാം തകർന്നു. കുറച്ച് വിഷത്തിൽ പപ്പ അഭയം കണ്ടെത്തുമ്പോൾ മകളെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. രണ്ടാനമ്മ പപ്പ ഉള്ളതുവരെ വലിയ സ്നേഹമൊക്കെ കാണിച്ചിരുന്നു. പപ്പ പോയതോടെ അവരുടെ തനി സ്വഭാവം പുറത്തേക്ക് വന്നു. ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. ഇരിക്കുന്ന വീടുകൂടി നഷ്ടപ്പെടുമെന്നായപ്പോൾ രണ്ടാനമ്മ ഒരതിബുദ്ധി കാണിച്ചു. അവർക്ക് പരിചയമുള്ള വൃദ്ധനായ ഒരു ബിസിനസ്സുകാരന് എന്റെ മുറിയുടെ വാതിൽ തുറന്നുകൊടുത്തു. അയാൾ എന്നെ അവിടെ ഇട്ട് പിച്ച് ചീന്തിയതിന് പകരമായി ഞങ്ങളുടെ വീട് അയാൾ രണ്ടാനമ്മയ്ക്ക് നേടിക്കൊടുത്തിരുന്നു. അതോടെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി. അവരോടുള്ള വാശിക്ക് ഞാൻ ഈ തൊഴിൽ തന്നെ തിരഞ്ഞെടുത്തു. അവരുടെ കൂടെ ഒരേ വീട്ടിൽ താമസിച്ച് പരസ്യമായി ഞാൻ എൻ്റെ ശരീരം വിറ്റു. അത്രയും പറഞ്ഞപ്പോഴേക്ക് അവൾ കിതച്ചുപോയിരുന്നു. ചന്ദ്രു എല്ലാം സമാധാനത്തോടെ കേട്ടിരുന്നു. എന്നിട്ട് അവർക്കാണോ ഇപ്പോൾ നഷ്ടമുണ്ടായത്? നഷ്ടം നിനക്ക് മാത്രമാണ് പൊട്ടി. ചന്ദ്രു പറഞ്ഞപ്പോൾ ബിൻസി പൊട്ടിക്കരഞ്ഞുപോയി. അറിയാഞ്ഞിട്ടല്ല, ഭാഷിക്ക് എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതാണ്. അതൊക്കെ പോട്ടെ, ചന്ദ്രു ഇപ്പോൾ എന്തു ചെയ്യുന്നു? കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നിന്നെ മറക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. എത്ര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടും നിനക്ക് എന്നോട് താല്പര്യമില്ലായിരുന്നല്ലോ. ഒടുവിൽ അമ്മയുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെയാണ് ഒരു കല്യാണം കഴിച്ചത്. ആദ്യ രാത്രിയിൽ തന്നെ എൻ്റെ പെണ്ണ് എന്നെയും കബളിപ്പിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയി. അപ്പോഴാണ് അറിഞ്ഞത്. ആ ബന്ധം അറിഞ്ഞ് അവരുടെ വീട്ടുകാർ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ നന്നായി ജീവിക്കുമെന്ന് കരുതി കിട്ടിയ ചാൻസിന് അവള് പോയി. ഒരു കോമാളിയെപ്പോലെ ജീവിക്കുകയാണ് ഞാനിപ്പോൾ. അത് കേട്ടതും അവളൊന്ന് ചിരിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ ഭാര്യയായി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ നിനക്കാകുമോ? ചന്ദ്രു ചോദിച്ചത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അല്ലേ? അറിഞ്ഞിട്ട് തന്നെയാണ്. മനസ്സുകൊണ്ട് നീ കളങ്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്കത് മതി. രജിസ്റ്റർ ഓഫീസിൽ പോയി വധുവിൻ്റെ സ്ഥാനത്ത് ഒപ്പുവയ്ക്കുമ്പോൾ അവളുടെ കൈ ഒന്ന് വിറച്ചിരുന്നു. അന്നേരം കൂടെ താനുണ്ട് എന്ന മട്ടിൽ ചന്ദ്രു അവളെ ചേർത്ത് പിടിച്ചിരുന്നു. ജീവിതത്തിൽ താങ്ങായി ആരുമില്ലാത്തതുകൊണ്ട് തെറ്റുകൾ ചെയ്യേണ്ടി വന്ന ഒരു പാവമാണ് തൻ്റെ അരികിൽ നിൽക്കുന്നത് എന്ന പൂർണ്ണബോധ്യം അവനുണ്ടായിരുന്നു. താനൊന്ന് മനസ്സുവച്ചാൽ
അവൾക്കും തനിക്കും ഒരു നല്ല ജീവിതം കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരുന്നു അവളെ തന്നിലേക്ക് ചേർത്ത് വെച്ചത്.